ഹരി ഓം. ദശകം 16, ശ്ലോകം 10. ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ക്രുദ്ധ, ഈശ, മർദ്ദിത, മഖഃ. ക്രുദ്ധേശമർദ്ദിത മഖസ്സ തു കൃത്ത ശീർഷഃ. നമ്മുടെ പുസ്തകത്തിൽ ശീർഷഃ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ശീർഷോ എന്നാക്കിക്കോണം. ക്രുദ്ധേശമർദ്ദിത മഖസ്സതു കൃത്ത ശീർഷോ ദേവ പ്രസാദിത ഹരാത് അധ. ദേവപ്രസാദിത ഹരാദധ ലബ്ധജീവഃ. ലബ്ധജീവഃ. ദേവപ്രസാദിത ഹരാദധ ലബ്ധജീവഃ. ത്വത് പൂരിത ക്രതുവരഃ പുനഃ ആപ ശാന്തിം. ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം. പുനഃ ആപ. പുനരാപ. പുനഃ പ്ലസ് ആപ ആണ് പുനരാപ ശാന്തിം. ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സഹ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. സഹ തു ക്രുദ്ധേശമർദ്ദിതമഖ കൃത്തശീർഷഃ. സതു എന്ന് വെച്ചാൽ ആ ദക്ഷനാകട്ടെ ക്രുദ്ധേശമർദ്ദിതമഖ, ആ കോപിച്ച ശിവനാൽ ആ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി, ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി. അതാണ് സതു ക്രുദ്ധേശ മർദ്ദിത മഖ കൃത്തശീർഷഃ. കൃത്തശീർഷക എന്ന് പറഞ്ഞാൽ തല ഛേദിക്കപ്പെട്ടവനായി. ആ ദക്ഷനാകട്ടെ കോപിച്ച ശിവനാൽ ആ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി, ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി. അധ ദേവപ്രസാദിത ഹരാത് ലബ്ധജീവഃ. അധ പിന്നീട് ദേവന്മാരാൽ പ്രസാദിതഹരാത് പ്രസാദിക്കപ്പെട്ട ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം സിദ്ധിച്ചു. ലബ്ധജീവഃ എന്ന് വെച്ചാൽ ജീവലാഭം സിദ്ധിച്ചു, രണ്ടാമത് പുനർജീവിപ്പിച്ചു. അതാണ് ദേവപ്രസാദിതഹരാത്. ആരാല? ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ശ്രീ പരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം സിദ്ധിച്ചു. ത്വത്പൂരിതക്രതുവരഃ പുനഃ ശാന്തിമാപ. ത്വത് അങ്ങയാൽ പൂരിതക്രതുവരഃ ആ യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞ് പുനഃ പിന്നീട് ശാന്തിം ആപ ആ ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. ത്വത്പൂരിതക്രതുവരഃ പുനഃ ശാന്തിം ആപ. ത്വത് അങ്ങയാൽ യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞ് പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ഹേ പ്രശാന്തികര മരുത്പുരേശ സഹ ത്വം പാഹി. ഹേ പ്രശാന്തികര, അല്ലയോ എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് രക്ഷിക്കണമേ, എന്നെയും രക്ഷിക്കണമേ. ഭട്ടതിരിപ്പാട് പറയുന്നു, നമുക്ക് പറയാം.
നമ്മളെയും രക്ഷിക്കണമേ. നമുക്കും അഹങ്കാരമൊന്നും ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഈ അഹങ്കാരമാണ് എല്ലാത്തിനും നാശമായിട്ടുള്ളത്. ഞാൻ 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 എന്നുള്ള ആ ഒരു ഭാവം. എന്നെ എല്ലാവരും ബഹുമാനിക്കണം, ഞാൻ ആരെയും ബഹുമാനിക്കത്തില്ല. ഈ ബഹുമാനം, സ്നേഹം എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നാണ് ഇതിനകത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടത്. നമുക്കൊരിക്കലും അഹങ്കാരം വരാൻ പാടില്ല. താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. അപ്പോൾ ആ ദക്ഷനാകട്ടെ ആ കോപിച്ച ശിവനാൽ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായിട്ട് ആ ശിരസ്സൊക്കെ ഛേദം ചെയ്യപ്പെട്ടവനായിപ്പോയി. പിന്നീട് ആ ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് ആ ദക്ഷന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ യജ്ഞം പൂർത്തി വരുത്താൻ കഴിഞ്ഞു. പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാവർക്കും ശാന്തി അരുളുന്ന അല്ലയോ മരുത്പുരേശ, എന്നെയും രക്ഷിക്കണമേ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭഗവാന്മാരൊക്കെ സ്തുതി കേട്ടാൽ പ്രസന്നനാവുമാണ്. അതിനാണ് നമ്മൾ സ്തുതി ചെയ്യണം, പ്രാർത്ഥിക്കണം, അവരെ സ്തുതിക്കണം, സ്തുതി ഗീതങ്ങൾ പാടണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ദേവന്മാരുടെ സ്തുതി കേട്ടിട്ടാണ് ശ്രീ പരമേശ്വരൻ പ്രസന്നനായത്. അങ്ങനെ പ്രസന്നനായ ശ്രീ പരമേശ്വരനാണ് ദക്ഷൻ്റെ ആ കഴുത്തിൽ ഒരു ആടിൻ്റെ തല വെച്ച് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കൊടുക്കുന്നത്. ഈ ഭഗവാന്റെ പ്രസാദത്താൽ പിന്നീട് യജ്ഞം മുഴുവിപ്പിക്കാനായിട്ട് ദക്ഷന് സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആ ക്രോധം, ദംഭം മുതലായ ദോഷങ്ങൾ നീക്കി ദക്ഷന് ഭഗവാൻ ശാന്തിയെ നൽകുന്നു. അതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഹരനമ പാർവതീപതയെ ഹരഹര മഹാദേവ എന്ന് പറയണം. ശിവനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ പറയണം. ക്രുദ്ധേശമർദ്ദിതമഖസതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവഃ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ.